ഇന്ന് എൻ്റെ വീക്കെൻഡിലെ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അടുക്കളയിലേക്ക് ഒഫീഷ്യലായിട്ട് കയറിയത്. കാരണം വീക്കെൻഡാണ് ഇന്ന്, അതുകൊണ്ട് നല്ല പണിയുള്ളൊരു ദിവസമാണ്. പിന്നെ ഗരം മസാലസൊക്കെ ഇന്ന് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇന്നൊന്ന് വറുത്ത് പൊടിയാക്കി വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ എപ്പോഴും ഗരം മസാല ഉണ്ടാക്കുമ്പം ഒന്ന് ചൂടാക്കിയിട്ടാണ് ഗരം മസാല പൊടിച്ചെടുക്കാറ്. എപ്പോഴും പെരുംജീരകം കൂടുതലും പിന്നെ ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ അതിൽ കുറവ് അളവിലുമാണ് ഞാൻ എടുക്കാറ്. നമ്മൾ സാധാരണ ഗരം മസാലയ്ക്ക് ഉപയോഗിക്കുന്ന എല്ലാ സ്പൈസസും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതൊന്ന് പൊടിച്ചെടുത്തൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചു. പിന്നെ ഞാൻ കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും കൂടി എനിക്ക് എപ്പോഴും അത്യാവശ്യമാണ്. കാരണം നോർത്തിൻ്റെ റെസിപ്പീസിലൊക്കെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണല്ലോ ജീരകത്തിൻ്റെ പൊടി. അപ്പോൾ അതും കൂടി ഒന്ന്, ജീരകത്തിൻ്റെ പൊടിയും തീർന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഒന്ന് പൊടിച്ചു വെച്ചു. പിന്നെ ഇന്ന് തുണിയൊക്കെ ഒരുപാട് കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി വാഷിംഗ് മെഷീനിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് വിരിച്ചിട്ടു. പിന്നെ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും റെഡിയാക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ചിക്കൻ ടിക്ക ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ കുറച്ച് തൈരും പിന്നെ മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മുളക് പൊടിയും കുറച്ച് തന്തൂരി മസാലയും കസൂരി മേത്തിയും ഒരു നാരങ്ങയുടെ നീരും പിന്നെ കുറച്ച് ഉപ്പും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ടാണ് അതൊന്ന് മിക്സ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ക്യൂബ്സ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ്റെ ബ്രസ്റ്റ് ഭാഗമാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കവും ഉള്ളിയും കൂടെ ഒക്കെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തിട്ട് അതിനെ ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. വൈകുന്നേരം എടുത്താൽ മതിയല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നത്. പിന്നെ ഒന്ന് ഉച്ചയ്ക്കത്തേന് ബസ്മതി അരിയുടെ ചോറ് വെക്കാമെന്ന് കരുതി. അപ്പോൾ അത് അടുപ്പിലേക്ക് വെച്ചു. പിന്നെ പാത്രങ്ങൾ കുറേ ഉണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകി വെക്കുകയാണ്. എനിക്ക് എപ്പോഴും സിങ്ക് നല്ല വൃത്തിയായിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് അപ്പോൾ ഉള്ള പാത്രങ്ങൾ ഞാൻ കഴുകി വെച്ച് സിങ്ക് എപ്പോഴും ക്ലീൻ ആക്കി ഇടാനായിട്ട് നോക്കാറുണ്ട്. പിന്നെ ഇന്ന് ഉച്ചയ്ക്കത്തേന് ബസ്മതി റൈസിനൂടെ ഒരു ഓംപ്ലേറ്റ് അടിക്കാമെന്ന് വിചാരിച്ചു. ഇത് 2 ഉണ്ണിയുള്ള മുട്ടയാണ്. അപ്പോൾ ഒരു മുട്ട എടുത്താൽ മതി. അപ്പോൾ നല്ലൊരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഓംപ്ലേറ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ മസാല ഓംപ്ലേറ്റാണ് ഞാൻ റെഡിയാക്കുന്നത്. അപ്പോൾ ഓംപ്ലേറ്റ് ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഓംപ്ലേറ്റ് ഉണ്ടാക്കുന്നത്. കുഴപ്പമില്ലായിരുന്നു, നോർമൽ ടേസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ ദാലും മുട്ട പൊരിച്ചതും പിന്നെ നമ്മുടെ കുറച്ച് മീനച്ചാറും ഒക്കെ ആയിട്ടാണ് ഉച്ചയ്ക്കത്തെ ലഞ്ച് ഞാൻ കഴിച്ചത്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ലഞ്ചായിരുന്നു. പിന്നെ നേരെ ഞാനും കുഞ്ഞും കൂടെ പോയത് നമ്മുടെ തൊട്ട് താഴെ തന്നെ, ഫ്ലാറ്റിന് താഴെ തന്നെയാണ് നമ്മുടെ അൽമദീന സൂപ്പർ മാർക്കറ്റ്. എല്ലാ സാധനങ്ങളും കിട്ടുന്ന സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ അവിടുന്ന് നാളത്തേക്ക് ഉള്ള ചിക്കൻ വാങ്ങി. പിന്നെ അവിടുന്ന് കുറച്ച് വെജിറ്റബിൾസും ഒക്കെ എടുത്തു. അപ്പോൾ നാളെ അപ്പവും ചിക്കനും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്തു, ബില്ലൊക്കെ അടിച്ചിട്ട് നേരെ ചിക്കനിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. പിന്നെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കുവാണ്. ഞാൻ ഇവിടുന്ന് മദീനയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ, അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങാറുള്ളൂ. പിന്നെ വീക്കെൻഡിൽ പോയിട്ട് വലിയ ക്വാണ്ടിറ്റി സാധനങ്ങളൊക്കെ നെസ്റ്റോയിൽ നിന്നാണ് വാങ്ങുന്നത്. ഇവിടെ മാങ്ങേൻ്റെ സീസണാണ്. നല്ല അടിപൊളി വെറൈറ്റി പല രാജ്യത്തു നിന്നുള്ള മാങ്ങകളൊക്കെ ഇപ്പോൾ ഇവിടെ നിന്ന് കിട്ടാറുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ഒരു മാങ്ങ. ഇത് പാകിസ്ഥാനി മാങ്ങയാണ്. പിന്നെ നമ്മുടെ ബില്ലൊക്കെ ഇന്ന് നോക്കുന്നുണ്ട്, കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കണമല്ലോ. പിന്നെ ഉരുളക്കിഴങ്ങ് ഉള്ളിയൊക്കെ ഞാൻ വെളിയിലാണ് സൂക്ഷിക്കുന്നത്. പിന്നെ ഫ്രിഡ്ജിലേക്കുള്ള കുറച്ച് വെജിറ്റബിൾസും എടുത്തു വെച്ചു. പിന്നെ ചിക്കനൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ കഴുകിയെടുത്ത ചിക്കൻ അതിൻ്റെ വെള്ളം ഒന്ന് വാർന്നു പോകുന്നതിനായിട്ട് ഞാൻ അരിപ്പയിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, നാളത്തേക്കുള്ള ചിക്കൻ ആയതുകൊണ്ട് അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ചിക്കൻ മസാല പൗഡറും മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് അത് ഫ്രിഡ്ജിലേക്ക് അങ്ങ് മാറ്റുവാണ്. അപ്പോൾ നാളെ അപ്പവും ചിക്കനും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ വീടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വീക്കെൻഡിൽ വീട് ഫുള്ള് ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട്. പിന്നെ ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് വന്നിട്ട് വൈകിട്ടത്തെ ചായ ഇടുവാണ്. അപ്പോൾ ചായക്ക് ഇന്ന് വൈകുന്നേരം കാര്യമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു സാധനം ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ. അപ്പം ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ ഞാൻ രാത്രിയിലത്തെ ഡിന്നറിനുള്ള പരിപാടി നോക്കുകയാണ്. അപ്പം ഇന്ന് ചിക്കൻ ടിക്കയും പിന്നെ കുബൂസും മയണൈസുമാണ് വൈകിട്ടത്തെ ഡിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെപ്പോഴും ഒന്നും ഉണ്ടാക്കാറില്ല, വല്ലപ്പോഴും ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ഞാനിത് പാനിലാണ് റെഡിയാക്കുന്നത്. കുറച്ച് ബട്ടറും എണ്ണയൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് പിന്നെ പാനിലേക്ക് ഇത് വെക്കുവാണ്. ചിക്കൻ്റെ ബ്രസ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്കിത് കുക്കാക്കി എടുക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ വൈകിട്ടത്തെ ഡിന്നറ് കുബൂസും പിന്നെ ഈ ഒരു ചിക്കൻ്റെ പിന്നെ ബ്രസ്റ്റ് വെച്ചിട്ടുള്ള ചിക്കൻ ടിക്കയായിരുന്നു. നല്ല സോഫ്റ്റായിട്ടുള്ള ചിക്കൻ ടിക്കയായിരുന്നു. അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പം ഡിന്നറൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നാളത്തെ അപ്പത്തിനുള്ള മാവൊക്കെ ഒന്ന് അരച്ചു വെച്ചു. പിന്നെ മിക്സിയുടെ ജാറും ഒക്കെ കഴുകി കിച്ചണെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് നേരെ കിടക്കാനായിട്ട് പോയി. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.